സന്തോഷത്തിൻ്റെ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സിങ്. ക്രൗൺ ഓഫ് റിജോയ്സിങ് എന്ന സന്തോഷത്തിൻ്റെ കിരീടം എല്ലാവർക്കും കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കേൾക്കുന്ന അനേക മക്കൾക്ക് സന്തോഷത്തിൻ്റെ കിരീടം തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇറ്റ്സ് ഓൾസോ നോൺ എസ് ദി സോൾ വിന്നേഴ്സ് ക്രൗൺ. അതായത് ആത്മാക്കളെ നേടുന്നതിൻ്റെ കിരീടമാണിത്. അത് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മക്കളെ വഴിതെറ്റി നടക്കുക, അവർക്ക് രക്ഷ നഷ്ടപ്പെട്ടെന്ന് നമ്മളങ്ങ് വിചാരിക്കുകയാണ്. ജനിച്ചപ്പോഴേ അവർക്ക് രക്ഷ കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് രക്ഷയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ദൈവത്തിൽ ഇങ്ങനെ ഉറച്ചു നിന്നിട്ട് നമ്മൾ അനേക മക്കൾക്ക് ഈ വചനം ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ മക്കൾ വഴിതെറ്റി നടക്കുന്നതെങ്കിലും അനേക മക്കളെ വഴിയിലേക്ക്, ദൈവ വഴിയിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് പ്രത്യാശ വരും. അപ്പം എനിക്കൊരറിയാവുന്ന ഒരു ഫ്രണ്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ബലം, മാർക്കറ്റിൽ പോയാൽ രക്ഷയെക്കുറിച്ച് പറയും, മീൻ വാങ്ങിക്കാൻ നേരത്തും അവർ രക്ഷയെക്കുറിച്ച് പറയും, വണ്ടിയെ പോകുമ്പോഴും ഒരു രക്ഷയെക്കുറിച്ച് പറയും. അങ്ങനെ അതൊരു പ്രത്യേക കൃപയാണ്. എന്നിട്ട് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത്, ദിവസങ്ങളോളം ഭക്ഷണം കൊടുത്ത്, സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, അവർ കൂടുന്ന സഭകളിൽ കൊണ്ടുപോയി പ്രാർത്ഥന ചൊല്ലി എങ്ങനെയൊക്കെ അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവർ എപ്പോഴും അവർക്ക് കഷ്ടത്തിൻ്റെ പുറത്ത് കഷ്ടമാണ്. പക്ഷേ അവരുടെ സന്തോഷം കാണുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഇവർക്കെന്തൊരു സന്തോഷമാണ്. അവർ വീട്ടിനകത്ത് ഇരിക്കത്തില്ല, എപ്പോഴും യാത്ര ചെയ്യും, എന്തെങ്കിലും പറയും. ആ യാത്ര ചെയ്യുമ്പോഴെല്ലാം 1-2 പേരോട് സുവിശേഷം പറയുകയും ചെയ്യും. ആ സുവിശേഷം പറഞ്ഞത് ഒരു വിത്താണ്. ആ വിത്തിന് ഫലമുണ്ടായി തിരിച്ചു വന്ന് എന്നോട് പറയുമ്പം എനിക്കെന്തൊരു സന്തോഷമാണെന്ന്. എനിക്ക് ആ കൃപയില്ല, പക്ഷെ ആ കുട്ടിക്ക് ആ കൃപയുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. അപ്പോൾ ക്രൗൺ ഓഫ് റിജോയ്സിങ് എന്ന് പറയുന്നത് ഈ സന്തോഷത്തിൻ്റെ ഈ കിരീടം മറ്റുള്ളവർ ദൈവത്തിലേക്ക് അടുത്ത് വരാൻ വഴിയിൽ വെച്ചും പൊക്കണത്തും എവിടെ വെച്ചും പറഞ്ഞ് പിടിപ്പിച്ച് അവരെ യേശുവിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ ഈ വചനം അയക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. എനിക്കെല്ലാവരെയും കാണാൻ വയ്യെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഈ വചനം വന്ന് കൊണ്ടിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് യേശുവിൽ ആയി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യപദവി. അതൊരു സന്തോഷമാണ് എനിക്ക്. അതാണ് എൻ്റെ വരം. ഓരോരുത്തർക്കും ഓരോ വരമാണ്. അപ്പോൾ എങ്ങനെയാണേലും സ്വർഗരാജ്യത്തിലേക്ക് അംഗങ്ങളെ കൂട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ. അതായത് സ്വർഗത്തെ ഭൂമിയിൽ സ്വർഗം കൊണ്ടുവരിക. കാരണം ഇവർ ഭൂമിയിലുള്ളവരല്ല, സ്വർഗത്തിൽ തിരിച്ചു പോകേണ്ടിയവരാണ്, ദൈവത്തോടു കൂടി ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇറ്റ് ഈസ് നോൺ എസ് ദ സോൾ വിന്നേഴ്സ് ക്രൗൺ ഈസ് എ ഹെവൻലി റിവാർഡ് given to believers who successfully evangelize others and bring them to Christ. അനേക മക്കളെ ഇവാഞ്ചലൈസ് ചെയ്ത് സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക്. ഈ ഗ്രഹാം എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഒഡീഷയിലൊക്കെ കൊന്നില്ലേ, അയാളുടെ ഭാര്യ അവിടെ തന്നെ നിന്ന് അയാളുടെ മകളുമായിട്ട് നിന്ന് എത്രയോ പേരെ രക്ഷയിലേക്ക് കൊണ്ടു. മദർ തെരേസ എത്ര പേരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അവർക്കൊക്കെ ക്രൗൺ ഓഫ് റിജോയ്സ് എന്ന് വെച്ചാൽ അവർക്കൊന്നും അവരുടെ പണമോ അവരുടെ പദവിയോ അവരുടെ വസ്ത്രമോ ഒന്നുമല്ല അവർക്ക് ഗമ. അവർക്ക് അനേകരെ രക്ഷയിലേക്ക് കൊണ്ട് അതൊരു പ്രത്യേക വരമാണ്. നമ്മൾ ആഗ്രഹിക്കുകയാണ് കർത്താവെ ആ വരം നമുക്കാണ്. കർത്താവ് അനേകരെ നമ്മൾ പറയുമ്പം എല്ലാവരും ഒന്ന് സ്വീകരിക്കണം എന്നില്ലല്ലോ. പക്ഷേ ആത്മാവുണ്ടെങ്കിൽ കർത്തക്ക സമയത്ത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, അവർ രക്ഷിക്കപ്പെടും. അതൊരു വലിയ ഭാഗ്യപതിയാണ്. ഇറ്റ്സ് എ സിംബൽ ഓഫ് ജോയ് ആൻഡ് ട്രയംഫ് എക്സ്പീരിയൻസ് വെൻ വിറ്റ്നസിങ് ദി സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അതേഴ്സ്. അതായത് മറ്റുള്ളവരെ ആത്മാവിൽ ജീവനുള്ളവരായി മാറി ദൈവത്തെ കാണുന്ന ആ സന്തോഷം നമ്മളിലേക്ക് പകരും. അതാണ് നമ്മുടെ അൾട്ടിമേറ്റും ഇതിനകത്ത്. ഈ സന്തോഷത്തിൻ്റെ കിരീടം എന്ന് പറയുന്നത് എനിക്കെന്തെങ്കിലും കിട്ടിയിട്ടുള്ള സന്തോഷം, സാധനങ്ങൾ കിട്ടി, അതല്ല ഞാനീ പറയുന്നത്. ഈ സന്തോഷം മറ്റുള്ളവർ രക്ഷിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന സന്തോഷം. അങ്ങനെയുള്ള പലരുടെ മുഖം എൻ്റെ മുഖത്ത് ഇപ്പോൾ എൻ്റെ മുൻസിൽ വരുന്നുണ്ട്. അവരൊക്കെ എങ്ങനെ പോയാലും ഏത് കഷ്ടം സഹിച്ചാലും രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്തും കഷ്ടം സഹിക്കുന്നവരാണ്. ഞാൻ കോഴിക്കോട്ടായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടുത്തെ ഒരു പാസ്റ്റർ, വളരെ നല്ലൊരു മനുഷ്യൻ്റെ, അവിടെ കാല് വയ്യാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളൊരു ഹിന്ദുവാണ്. അപ്പം ഈ ചർച്ച് നടത്തുന്ന 1-ാം നിലയിൽ ഒരു ചെറിയ ചർച്ചിൽ അവർ തുടങ്ങി. അപ്പം എൻ്റെ ഹസ്ബൻഡ് ബേബി മെമ്മോറിയലിലെ ചീഫ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. CEO ആയിട്ട് വർക്ക് ചെയ്യുമ്പം ഞാൻ ഈ ചർച്ചിൽ അറ്റൻഡ് ചെയ്യും. അപ്പം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഈ പാസ്റ്റർ ഈ മനുഷ്യനെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കഴിവുള്ളൊരു മനുഷ്യൻ തോളത്തയാളെ എടുത്തുകൊണ്ട് ഈ ചർച്ചിൻ്റെ മുകളിൽ കൊണ്ടുവന്നിരുത്തി 1-ാം നിലയിലിരുത്തി വചനം പറഞ്ഞു കൊടുക്കുന്നത്.
ശുശ്രൂഷ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ പലപ്പോഴും മാർവൽ ചെയ്തിട്ടുണ്ട് ആ തീഷ്ണത എത്രമാത്രം നമ്മളിലുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും സഹിച്ച്, കഷ്ടം അനുഭവിച്ച്, യാതന സഹിച്ച് അവരെ കൂടെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നു. 1 തെസ്സലോനിക്കൻസ് 2:19, ഫിലിപ്പിയൻസ് 4:1 വായിക്കുക ആദ്യം. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായി, സന്തോഷത്തെ കിരീടമാക്കി കാണുക, സന്തോഷവും കിരീടമായുള്ളവരെ, നിങ്ങളാണ് എൻ്റെ സന്തോഷം, നിങ്ങളാണ് എൻ്റെ കിരീടം. അതൊരു വലിയ ഉന്നത പദവിയാണ്. അത് ചോദിച്ചു വാങ്ങിക്കണം. ഭർത്താവേ, പണ്ടൊക്കെ ഞാൻ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം ഇടതും വലതും ഉള്ളവർക്ക് വേണ്ടി ഞാൻ പറയും. ഇപ്പം പ്ലെയിനിലൊക്കെ പോയാൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് പോലും വ്യത്യാസമാണ്. നമുക്ക് പറയാൻ ഒരു ധൈര്യം വരുന്നില്ല. അതോ ആത്മാവിൻ്റെ ശക്തിയുടെ ആ ഏറിയാൽ കുറയുന്നോന്ന് ചിലപ്പം ചിന്തിക്കുന്നുണ്ട്. പറയുമായിരുന്നു ഇടതും വലതും. ഇപ്പോൾ ആളുകളങ്ങ് ഒരു യൂട്യൂബോ അല്ലെങ്കിൽ ഒരു പാമോ അല്ലെങ്കിൽ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ വെച്ചിരിക്കുന്നവരോട് നമുക്ക് പറയാൻ പ്രയാസം തോന്നിക്കുന്നുണ്ട്. വളരെ സങ്കടമാണ്. മനുഷ്യൻ്റെ സൗകര്യം കൂടുന്തോറും സ്വാർത്ഥത കൂടുതലാണ്, അല്ലാതെ ദൈവത്തെ അറിയുകയാണ് അല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പൗലോസ് പറയുന്നത്, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ. അപ്പം കർത്താവിലേക്ക് ഇവരെ കൊണ്ടുവരുന്ന സന്തോഷമാണ് പൗലോസ്. ആ സന്തോഷമാണ് ഈ ക്രൗൺ ഓഫ് റിജോയ്സിങ്. അതനുഭവിക്കുന്നവർക്ക് പണമൊന്നും അല്ല, പണവും വേണ്ട, ഒന്നും വേണ്ട, അവർക്ക് പേരും വേണ്ട, ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും അവർ ആ ഒരു പ്രത്യേക കൃപയുള്ളവരെ കണ്ടാൽ നമുക്കും വലിയ സന്തോഷം പകരും. 1 തെസ്സലോനിക്കൻസ് 2:19, എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു. യേശു വരുമ്പോൾ എത്ര പേര് നമ്മൾ മൂലം എൻ്റെ നമ്മുടെ ആശയോ സന്തോഷമോ ഉണ്ടോ? റിജോയ്സിങ് ആണ്. സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു. എത്ര പേരെ കൊണ്ടുവന്ന് ഇവനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനെ ഈ കൊലത്തിൽപ്പെട്ടവനെ ആ കൊലത്തിൽപ്പെട്ടവനെ എഫ്രൈമെന്ന് യഹൂദനെന്നില്ല, ആരെല്ലാം കൊണ്ടുവരാമോ അവരെല്ലാം കൊണ്ടുവന്നിട്ട് ഈ കർത്താവിൻ്റെ ഈ കൂടാരത്തിനകത്തോട്ട് കൊണ്ടുവന്നാൽ അവർ ഓരോരുത്തരും കയറി വരുമ്പം, അതായത് നഷ്ടപ്പെട്ട ഓരോ ആടുകൾ തിരിച്ചു കയറി വരുന്ന, നഷ്ടപ്പെട്ട് ചെതറിക്കിടക്കുന്ന അതിനെ തിരിച്ചുകൊണ്ട് വരുമ്പം അവരെക്കാട്ടി കൂടുതൽ സന്തോഷം നമുക്കാണ്. നമ്മൾ മൂലം അവർ കയറി വരാൻ ഇടയായല്ലോ എന്ന്. അത് നമുക്കൊരു ഭാഗ്യമാണ്. നമ്മൾ ഈ വഴിതെറ്റിപ്പോകുന്നവരെ പലപ്പോഴും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയിട്ട് പലപ്പോഴും ഞാൻ പ്രയാസ സമയത്ത് സത്യവേദ പുസ്തകത്തിൽ നിന്ന് മാറിയേച്ച് വേറെ ബുക്കുകൾ വായിക്കാൻ തുടങ്ങുന്നതാണ്. നമ്മൾ പറയും, എന്താണിത്, ഈ കഷ്ടസമയത്ത് മാറിപ്പോയോ, ഇതുവരെ പരിപാലിച്ച ദൈവം ഇപ്പം മാറും. ആ ഒരു ചോദ്യം മതി, നമ്മുടെ പ്രസൻസ് അവരെ ബ്രിങ് ദം ബാക്ക് ടു ദ ഫോൾഡ്. പിന്നെ അവർ അതിലും ശോഭിക്കും. അതുപോലെ നമ്മൾ താഴുമ്പോഴും വേറൊരാൾ വന്ന് പറയും. ഇതൊക്കെ ക്രൗൺ ഓഫ് റിജോയ്സിങ് ഉള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതൊരു ഇറ്റേർണൽ റിവാർഡാണ്. ദ ക്രൗൺ ഈസ് ഡിസൈഡഡ് ആസ് എ ഹെവൻലി റിവാർഡ് ഇംപ്ലൈയിങ് ഇറ്റ്സ് പെർമനൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഈ ഒരു കിരീടം എന്നേക്കുള്ള കിരീടമാണ്. ചിലർ കണ്ടു ബബ്ലിങ് വിത്ത് ഹാപ്പിനെസ്, ജോയ് ആണ്. ദ ജോയ് വേർ ഇൻ ദ ഡൗൺ ഇൻ മൈ ഹാർട്ട്. അതായത് ഒരാൾ രക്ഷിക്കപ്പെട്ട് യേശുവിലേക്ക് വരുമ്പോഴത്തേക്കുള്ള സന്തോഷം, അവരെന്തും അതിനു വേണ്ടി ഏത് വില കൊടുത്തും അത് വാങ്ങിച്ചെടുക്കും. അപ്പം അതൊരു സിമ്പിൾ ഓഫ് ജോയ് ആണ്. ദ ക്രൗൺ സിംബലൈസസ് ദ പ്രൊഫൗണ്ട് ജോയ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് എക്സ്പീരിയൻസ് ബൈ ദോസ് ഹു ഹാവ് വിറ്റ്നസ് ദ സാൽവേഷൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ രക്ഷ കണ്ടിട്ടുള്ള സന്തോഷം. അതായത് നഷ്ടപ്പെട്ട ആടിനെ യേശു പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. ഞാൻ മൂലമായിരിക്കാം, ചിലപ്പം നിങ്ങൾ മൂലമായിരിക്കാം. ആ ഒരു വലിയ സന്തോഷം ചിലപ്പോൾ നമ്മൾ അറിയാതെ പോലും പറയുന്നിട്ട് ആളുകൾ കയറി വരും. പലരും ചിലപ്പോൾ എന്നോട് പറയും, മാഡം അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നെന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ അതെങ്ങനെയാണ്, അന്നതായിരിക്കും അവർക്ക് ആവശ്യം, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അപ്പോൾ ഇതിൻ്റെ മഹത്വം ദൈവത്തിനാണ്. പക്ഷേ കിരീടം നമുക്ക് ദൈവം തരും, ആ സന്തോഷം. വാട്ട് ഈസ് ദാറ്റ് ഡിലൈറ്റ്സ് യുവർ സോൾ മേക്സ് യു വോണ്ട് ടു സെലിബ്രേറ്റ്. എന്താണ് നീ സന്തോഷിക്കുന്നത്, അതിൽ സെലിബ്രേറ്റ് ചെയ്യണം. ഈസ് ഇറ്റ് യുവർ ചിൽഡ്രൻ? നിൻ്റെ മക്കളെക്കുറിച്ചുള്ള ചിന്തയാണോ, ജോലിയാണോ, അതോ നമ്മുടെ കൊച്ചുമക്കളെക്കുറിച്ചുള്ള? അതൊക്കെ സന്തോഷം തരും.
അതൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും. ഇപ്പോൾ നമ്മളൊരു ബാപ്റ്റിസത്തിന് പോയി നമ്മളെല്ലാവരും കൂടെ 10-25 പേര് കൂടി, അതൊരു സന്തോഷമാണ്. ഒരു കല്യാണത്തിനൂടെ അതൊരു സന്തോഷം. ദേ ആർ ഓൾ ടെമ്പററി. പോൾ സ്പീക്സ് ഓഫ് ക്രൗൺ ഓഫ് റിജോയ്സിങ് ദാറ്റ് ഇസ് ഇറ്റേർണൽ. ഇവിടെ പൗലോസ് പറയുന്ന ഈ സന്തോഷം എന്നേക്ക് നിലനിൽക്കുന്നതാണ്. വൺ ദാറ്റ് വോണ്ട് ഫെയ്ഡ് അവേ ബട്ട് ദിസ് ക്രൗൺ ഈസ് ഹാർഡ് ടു ഏൺ. നോട്ട് ഓൾ വിൽ റിസീവ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ സോൾ വിന്നേഴ്സ് ക്രൗൺ. അതായത് ആളുകളെ നേടിയെടുക്കേണ്ട ഒരു കിരീടമാകയാൽ എളുപ്പമല്ല. പക്ഷെ ഉള്ളവരെ കണ്ട ഉടനെ അറിയാം. സോൾ വിന്നേഴ്സ്, ആ ഒരു ക്രൗൺ അത് നമുക്ക് തരണേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ നിൻ്റെ കരുണ. അപ്പോൾ ഈ കോണ്ടസ്റ്റ് പോൾ ഹാഡ് ഫൗണ്ടഡ് ദ ചർച്ച്. അതായത് ഈ തെസ്സലോണിയയിലും ഫിലിപ്പിയിലും ഒക്കെ പൗലോസ് പോയി ചെറിയ ചെറിയ ചർച്ചുകൾ പണിതെടുത്തു. ചർച്ച് എന്ന് പറയുമ്പോൾ അപ്പോൾ 8 പേരെ 10 പേരൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. അവരെല്ലാം പൗലോസിന് ക്രൗണാണ്, സന്തോഷത്തിൻ്റെ. പിന്നെ അതിൽ നിന്നാണ് സഭകൾ പണിതെടുക്കുന്നത്. അത് നമുക്കിപ്പോഴും ചെയ്യാനൊക്കെ. നമ്മുടെ മക്കൾ ഒരാളിലാണ് വലിയ വിളിയെങ്കിൽ അവന് വേണ്ടി നമ്മുടെ ജീവിതം വെച്ചിട്ട് അവനെ ആക്കിയെടുത്തു കഴിഞ്ഞാൽ അനേകരെ കൊണ്ടുവരും. അതല്ല വേറൊരു കൂട്ടുകാരിയാണ് അവരെ കൊണ്ടുവരിക. നമ്മൾ കാണുന്ന ചിലപ്പോൾ അറിയാൻ വയ്യാത്തൊരു വ്യക്തിയാണ്, ചിലപ്പം പരിശുദ്ധാത്മ നിർബന്ധിക്കും നമ്മളെ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് പോൾ ഹാഡ് ഫൗണ്ടഡ് ദിസ് ചർച്ച് ഓൺ ഹിസ് സെക്കൻഡ് മിഷനറി ജേർണി. ഹി വാസ് ഡോഗ്ഡ് ആൻഡ് ഹെറസ്ഡ് ബൈ ജൂയിഷ് പീപ്പിൾ. യഹൂദന്മാരെ പൗലോസിനെ എപ്പോഴും ഉപദ്രവിക്കുകയെന്നു. അതുകൊണ്ട് തിമോത്തിയെ രണ്ടാമതും ഈ തെസ്സലോനിക്കയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തുവാണ്? പൗലോസ് പറയുന്ന ഈ ക്രൗൺ ഓഫ് റിജോയ്സിങ് എനിക്ക് തന്നിട്ടുണ്ട്. ദിസ് ക്രൗൺ ഓഫ് റിജോയ്സിങ് കർത്താവ് എനിക്ക് തരും. They were his hope, they were his joy, and they were his crown. The greatest joy in the world comes from seeing someone you have been praying for and witnessing they receive Christ. ഏറ്റവും വലിയ സന്തോഷം പല വർഷങ്ങളായിട്ട് നമ്മൾ ഒരാളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അവർ കർത്താവിനെ സ്വീകരിച്ച് തിരിച്ചു വരുന്നതാണ്. എത്ര ചർച്ച്, എത്ര സഭകൾ, എത്ര കുടുംബങ്ങൾ, എത്ര വ്യക്തികൾ ഇത് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, കാത്തലിക് ബാക്ക്ഗ്രൗണ്ടാണ്. എപ്പം പ്രാർത്ഥനയ്ക്ക് വരും 10-20 പേര് കുറഞ്ഞത് എഴുതിക്കൊണ്ട് വരും. ആൻറ്റി ചേച്ചി തന്നെ വിളിക്കും, ചേച്ചി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇന്നുകൊണ്ട് തീർന്നു, അടുത്ത ആഴ്ച വേറെ ഒരെണ്ണം എഴുതിക്കൊണ്ടു. അങ്ങനെ ആ ദേശത്തുള്ളവരെ മുഴുവനും ഒക്കെ വെച്ച് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ കുട്ടി മരിച്ചുപോയി പെട്ടെന്ന്. ഞാൻ അതിനെ ജോൺ ഓഫ് ആർക്ക് എന്നാണ് വിളിക്കുന്നത്. എത്ര പേരെ ആ ഒരു മകളും മൂലം രക്ഷിക്കപ്പെടുന്നു, സ്വർഗത്തിൽ ചെല്ലും. നമുക്കും അതിലൊരു പങ്കുണ്ട്, കാരണം നമ്മൾ ആ കുഞ്ഞിൻ്റെ കൂടെ പ്രാർത്ഥിച്ചതാണ്. ഇതൊക്കെയാണ് നിലനിൽക്കുന്ന സന്തോഷം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രൗൺ ഓഫ് റിജോയ്സിങ്. എത്ര കാലമായി പുതുതായിട്ട് ഒരാളെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആളുകൾ അങ്ങനെയുള്ളവർ ഞങ്ങളുടെ വഴിയിലേക്ക് കടന്നു വരട്ടെ. അപ്പച്ച, ആടുകളെല്ലാം അലഞ്ഞു നടക്കുകയാണ്. എവിടെയാണ് പച്ചപ്പുല്ല് കിട്ടുന്നതെന്ന് വിചാരിച്ച് വഴിയെല്ലാം അലഞ്ഞ് നടക്കുക. മിക്കത് ഇരുട്ടിലാണ് അപ്പച്ച നടക്കുന്നത്. ഉണങ്ങി വരണ്ട ദേശത്ത് അവർ നടക്കുക. പൊന്നു ദൈവമേ, കൃപ തന്ന് അവരെ ഞങ്ങളുടെ പാതയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്കും ബുദ്ധി തന്ന് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ. ആരുടെയൊക്കെ പേരെഴുതി വെച്ച് പ്രാർത്ഥിപ്പിക്കണമേ. അനേക മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, കാര്യം നേടാൻ വേണ്ടിയുള്ള പ്രയർ റിക്വസ്റ്റ് ഒത്തിരി വലുത് വരുന്നുണ്ട് അപ്പച്ച. രക്ഷിക്കപ്പെടാൻ ചോദിക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ ചില അമ്മമാർ ചോദിക്കാറുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രക്ഷിക്കപ്പെടണം. വേറെ ആരും അങ്ങനെ അധികം പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. കർത്താവേ, അനേക മക്കളുടെ രക്ഷയിലേക്ക് ഉറവിടമായിട്ട് കൊണ്ടുവരാൻ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിച്ച് ആ സന്തോഷത്തിൻ്റെ കിരീടം വാങ്ങിച്ചെടുക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ തലമുറകളെ ഇടയാക്കണമേ. കുടുംബമായിട്ട് കയറി വരട്ടെ അപ്പച്ച. അലഞ്ഞ് നടക്കുന്ന ആ ഭവനങ്ങളിൽ നിന്ന് ഒരാൾ കയറി വന്നാൽ ബാക്കിയുള്ളവർ കയറി വരും. ഒരുവൻ ക്രിസ്തുവിലായ ബാക്കിയുള്ളവരെല്ലാം ആക്കുമെന്ന് അപ്പോസ്തലപ്രവൃത്തി 16:32 പറയുന്നുണ്ടല്ലോ. അങ്ങനെ സംഭവിക്കട്ടെ അപ്പച്ച. മാറി നടക്കുന്ന കുടുംബങ്ങളിൽ ഒരാളെങ്കിലും കൊണ്ടുപോവാപ്പച്ച, ബാക്കിയുള്ളവർ പുറകെ വരട്ടെ. എല്ലാവരോടും കരുണ തോന്നണമേ. നിൻ്റെ വലയ്ക്കകത്ത് ഉൾക്കൊള്ളണമേ. നീ അവരെ ആകർഷിച്ചിട്ടല്ലാതെ അവർ ഞങ്ങളുടെ അടുക്ക വരത്തില്ല. കൊണ്ടുവന്നാട്ടെ അപ്പച്ച. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.